മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തോടു കൂടി തന്നെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കൂടി നമ്മോട് വിട പറയുമ്പോൾ വിമാന അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇതോടുകൂടി എന്തുകൊണ്ട് ലാൻഡിംഗ് ടേക്ക് ഓഫ് സമയത്ത് വിമാന അപകടങ്ങൾ സംഭവിക്കുന്നു എന്നതിൽ ചോദ്യചിഹ്നങ്ങൾ ബാക്കിയാവുകയാണ്. അഹമ്മദാബാദ് വിമാന അപകടവും ടേക്ക് ഓഫിനിടെയാണ് സംഭവിച്ചത്. അപ്പോൾ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും മിക്ക വിമാന അപകടങ്ങളും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചാൽ അപകടങ്ങൾക്ക് നിരവധി സാങ്കേതിക മാനുഷിക ഘടകങ്ങൾ കാരണമാകുന്ന സമയമാണിത്. പൈലറ്റിന് ആ സാഹചര്യത്തോട് പ്രതികരിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നതിനാൽ തന്നെ ഇത് നിർണായകമായി തന്നെ കണക്കാക്കപ്പെടുന്നു. വിമാനം താഴ്ന്ന ഉയരത്തിലേക്കാണ്, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. VSR ഏവിയേഷന്റെ ലിയർജെറ്റ് 45 ഈ വിമാനമാണിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ബാരാമതി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു റൺവേ 11ന്റെ തുടക്കത്തിൽ അത് തകർന്നു വീഴുകയും ചെയ്തത്. ലാൻഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ ശ്രമത്തിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഏകദേശം 16 വർഷമായിരുന്നു, അതായത് ഈ ഒരു വിമാനത്തിന്റെ പഴക്കം എന്ന് പറയുന്നത് 16 വർഷമാണ്. ലാൻഡിംഗ് ഘട്ടത്തിലാണ് വിമാനത്തിന് തകരാർ സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ പ്രാഥമിക വിവരമായി തന്നെ പുറത്തു വരുന്നത്. എന്നാൽ അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകൂ എന്നതും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിന് തൊട്ട് പിന്നാലെ തന്നെ എയർപോർട്ട് ജീവനക്കാരും എമർജൻസി റെസ്പോണ്ടന്മാരും ആ സ്ഥലത്തെത്തിയെങ്കിൽ പോലും ഈ വിമാനം പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെ വീഴുകയാണ് ഉണ്ടായത്. വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡുകളും അതുപോലെ തന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അധികൃതർ ആരംഭിച്ചിരിക്കുന്നത്. വിമാനത്തിന് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ VSR വെഞ്ചേഴ്സ് പറഞ്ഞിരിക്കുന്നത്. വിമാനം 100% സുരക്ഷിതമായിരുന്നുവെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പൈലറ്റുമാർ അവരെല്ലാവരും തന്നെ, അതിലുണ്ടായിരുന്ന പൈലറ്റുമാർ അടക്കം അവർ സമ്പന്നത നേടിയ ആൾക്കാരാണ്. കാഴ്ചക്കുറവ് അപകടത്തിനൊരു ഘടകമായിരിക്കാം എന്നതാണ് കമ്പനി ഇന്ത്യ ടുഡേയോട് പ്രതികരിച്ചപ്പോൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ കമ്പനിയാണ് ലിയർജെറ്റ്. 1950കളുടെ അവസാനത്തിന് വില്യം പവർ ലെയർ സ്വിസ് അമേരിക്കൻ ഏവിയേഷൻ കോർപ്പറേഷൻ എന്ന പേരിൽ സ്ഥാപിച്ച ഈ കമ്പനിയാകട്ടെ 1990-ൽ അവിടെ കനേഡിയൻ കമ്പനിയായ ബൊംബാർഡിയർ എയ്റോസ്പേസ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ കമ്പനിയാകട്ടെ പിന്നീട് ലിയർജെറ്റ് എന്ന പേരിലൂടെയാണ് അവർ പുറത്തിറക്കിയതും. ഇതുവരെ ഏകദേശം 3000-ലധികം ലിയർജെറ്റ് വിമാനങ്ങൾ അവർ വിട്ടിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ. 2021-ൽ അവിടെ ലിയർജെറ്റ് വിമാനങ്ങളുടെ ഉൽപ്പാദനം വലിയ രീതിയിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ അവിടെ കോർപ്പറേറ്റ് VIP യാത്രകൾക്കായി തന്നെ സാധാരണയായി ഉപയോഗിക്കുന്ന ഇരട്ട എഞ്ചിൻ ലൈറ്റ് ബിസിനസ് ജെറ്റാണ് ഇത്തരത്തിൽ ഇവ പുറത്തിറക്കിയ ലിയർജെറ്റ് 45 എന്ന് പറയുന്നത്. ഇതിന്റെ ചെറിയ വലിപ്പവും ഉയർന്ന വേഗതയും ബാരാമതി പോലുള്ള ആ ഒരു പ്രാദേശിക വിമാനത്താവളത്തിലേക്കുള്ള ഹ്രസ്വദൂര യാത്രകൾക്ക് അനുയോജ്യമായവയാണ്. ലിയർജെറ്റിന്റെ ഏറ്റവും അവിടെ വിൽപ്പനയുള്ള വിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് 45XR എന്ന് പറയുന്നത്. ഇടത്തരം ബിസിനസ് ജെറ്റുകളിൽ ഏറ്റവും വിശ്വസനീയവും അവിടെ ആഡംബരപൂർണവുമായ ആ ഒരു മോഡലാണ് 45XR എന്നതാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ബോംബാർഡിയർ എയ്റോസ്പേസ് നിർമ്മിച്ച ലിയർജെറ്റ് 45ന്റെ പരീക്ഷിച്ച മോഡലാണ് 45XR. അതേപോലെ അതിൻ്റെ എൻജിൻ കരുത്ത്, അതുപോലെ തന്നെ ഏവിയോണിക്സ്, യാത്രക്കാരുടെ സൗകര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ മുൻ മോഡലിനെ അപേക്ഷിച്ച് വലിയ രീതിയിൽ കൂടുതലാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 17.7 മീറ്റർ നീളമുള്ള വിമാനമാണിത്. ചിറകുകളുടെ വിസ്തൃതി 14.5 മീറ്ററാണ്. ഉയരം 4.30 മീറ്ററും 19.8 അടിയാണ് ആ ഒരു ക്യാബിൻ്റെ നീളം എന്ന് പറയുന്നത്. 8 യാത്രക്കാർക്കും 2 ക്രൂ അംഗങ്ങൾക്കും യാത്ര ചെയ്യാവുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2 ഹണിവെൽ TFE 731-20BR എഞ്ചിനുകളാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. പരമാവധി വേഗം അതിൽ മണിക്കൂറിൽ 865 കിലോമീറ്ററാണ്. ക്രൂസ് വേഗമാകട്ടെ 804 കിലോമീറ്റർ വരെയാണ്. അതുമാത്രമല്ല ഒറ്റയടിക്ക് 3996 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. മോശം കാലാവസ്ഥയിലും മറ്റ് ട്രാഫിക്കുകളെയും ഒഴിവാക്കിക്കൊണ്ട് 51,000-ലധികം അടി ഉയരത്തിൽ ഇതിന് പറക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല ലോകമെമ്പാടും എയർ ആംബുലൻസ് സേവനങ്ങൾക്കായി തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വിമാനങ്ങളിൽ ഒന്നുകൂടിയാണ് പ്രശസ്തമായ ലിയർജെറ്റ് 45ന്റെ പരീക്ഷിച്ച പതിപ്പായ ലിയർജെറ്റ് 45XR എന്ന് പറയുന്നത്. 2 സ്ട്രക്ചർ രോഗികളെ ഒരേ സമയം തന്നെ കൊണ്ടുപോകാനുള്ള ശേഷിയും ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അതിൽ സൂക്ഷിക്കാൻ
വലിയ രീതിയിൽ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കാൻ പാകത്തിനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെറും 4000 അടി നീളമുള്ള ചെറിയ റൺവേകളിൽ നിന്ന് പോലും ഈ വിമാനത്തിന് പറന്നുയരാൻ സാധിക്കുമെന്നതും ഒരു പ്രത്യേകതയായി പറയുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.